നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. 20 ചോദ്യങ്ങൾ അടങ്ങിയ മോക്ക് ടെസ്റ്റാണ്. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 14 മാർക്കാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇതിൻ്റെ ആൻസർ 1 മാത്രം, സ്വച്ഛ് ഭാരത് അഭിയാൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം മാത്രം. ഒന്നാമത്തെ ഓപ്ഷൻ, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക എന്നതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. അടുത്ത ചോദ്യം, 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേത്? 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദിസ് ഈസ് നോട്ട് എ ബറിയൽ, ഇറ്റ്സ് എ റിസറക്ഷൻ. അടുത്ത ചോദ്യം, 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരാണ്? 2022 മാർച്ച് 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് ഷെയ്ൻ വോൺ. അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV-C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഏതാണ്? 2022 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV-C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹമാണ് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-04. അടുത്ത ചോദ്യം, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 4 മാത്രം. നാലാമത്തെ ഓപ്ഷൻ, 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് എന്നുള്ളത്. അത് ശരിയായ പ്രസ്താവന അല്ല. ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഇതിൻ്റെ ആൻസർ വിജയരാജ സിന്ധ്യ. അടുത്ത ചോദ്യം, 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഇതിൻ്റെ ആൻസർ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് 2023. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം PJ ജോസഫ് ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ഇതിൻ്റെ ആൻസർ തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ, അത് അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? അത് ഉഷ്ണകാലത്താണ് അനുഭവപ്പെടുന്നത്. അടുത്തത്, ദേശീയ ജലപാത 1 NW1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഹാൽദിയ, അലഹബാദ് ആണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഇലപൊഴിയും കാടുകളാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൻ്റെ ആൻസർ
പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഇതിൻ്റെ ആൻസർ ഡെക്കാൻ പീഠഭൂമിയാണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇതിൻ്റെ ഓപ്ഷൻസ്: ഇന്ത്യയിൽ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് റാബി വിളയാണ്. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഇത് ഏത് വിളയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ ഗോതമ്പാണ്. അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇതിൻ്റെ ആൻസർ കിഴക്കൻ തീര സമതലമാണ്. അടുത്ത ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഇതിൻ്റെ ആൻസർ കാവേരിയാണ്. അടുത്ത ചോദ്യം, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഇതിൻ്റെ ആൻസർ ഉത്തരാഖണ്ഡ് ടിബറ്റ് ആണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ്. അവസാന ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്: സിന്ധു, മഹാനദി, നർമ്മദ, പെരിയാർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1, 3, 4 എന്നിവ ശരിയാണ്. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1, 3, 4 സിന്ധു, നർമ്മദ, പെരിയാർ എന്നിവ അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് 20 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.